മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്തെ അക്ഷര മ്യൂസിയം സന്ദർശിക്കുകയാണ്. നിലമ്പൂർ ഏകദേശം AD 3-4 നൂറ്റാണ്ടുകൾ ഈ രൂപത്തിൽ ഇത് നിലമ്പൂർ കാട്ടിൽ കരുളായിക്കടുത്തുള്ള മാവക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മാവക്കോട് എന്നാണ് ആ സ്ഥലത്തിനൊക്കെ പറയുന്നത്. ഇത് മാവക്കോട് നീരണ വായ്, മാവക്കോട്ടെ നീരണയുടെ വായ് എന്നാണ്. ഇത് ഈ ബ്രാഹ്മി ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് കാലത്ത് ഒന്നാമത്തെ പരിണാമദശയിൽ എത്തിയിട്ടുള്ള ലിപിയാണ്. ആ കാലത്ത് കേരളത്തിലെ കർഷകർ വെള്ളം കിട്ടാത്തയിടത്തേക്ക് വെള്ളം തിരിച്ചു കൊണ്ടുപോകാനുള്ള സാങ്കേതിക വിദ്യ നോക്കിയിരുന്നു എന്നുള്ളതിൻ്റെ ലിഖിത ലക്ഷ്യമാണ്. നമ്മുടെ ശാസ്ത്ര പൈതൃകം, കാർഷിക പൈതൃകം എന്നത് ഇത്രയും ചുരുങ്ങിയത് ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ടോളമെങ്കിലും ഉണ്ട് എന്നതിൻ്റെ രേഖാലക്ഷ്യമാണ്. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. സാധാരണ ചരിത്രകാരന്മാർ പറയുമ്പോൾ അയാൾക്ക് തോന്നിയത് പറയും. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് നമുക്ക് രേഖാലക്ഷ്യമുള്ള ഒരു നമ്മുടെ കൃഷിയുടെ സംസ്കാരം അത്രയ്ക്കും പഴയതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒന്നാന്തരം തെളിവാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. അത് കേരളത്തിൽ ആ ലിപി സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് പിന്നെ ഇത് കരോഷ്ടി ശോഭന്റെ 3 ശാസ്ത്രങ്ങളുണ്ട്. അത് കരോഷ്ടി എന്താണെന്നുള്ള ഒരു ബോർഡ് ഇത് കരോഷ്ടിയിലെ അശോകന്റെ ഒരു ശാസനമാണ്. ഷവാസ്കരി, ഇപ്പൊ പാകിസ്ഥാനിലുള്ള ഷവാസ്കരിയിലാണ്. ബ്രാഹ്മിയിൽ നിന്ന് വികസിച്ച ലിപികൾ, ബ്രാഹ്മിയിൽ നിന്ന് തെക്കൻ ലിപികൾ, നമ്മുടെ ലിപികളെ വികസിച്ചു, വടക്കൻ നാഗരി ലിപികൾ വികസിച്ചു. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ബോർഡിലുള്ളത്. വടക്കൻ ലിപി വികസിച്ചത് നാഗരിയിൽ നിന്നാണ് ഇപ്പോഴത്തെ ദേവനാഗരി എന്ന്. പിന്നെ ശാരദാ ലിപിയാണ്, സിദ്ധഭാഷ, സിദ്ധഭാഷയൊക്കെ കാശ്മീരി ഭാഷയുടെ തെക്കൻ ലിപികൾ. ഇതൊക്കെ തെക്കൻ ലിപികളും ഉണ്ട്. തെക്കൻ ലിപികൾ നമ്മുടെ ആരി എഴുത്താണ് നമ്മുടെ മലയാളത്തിൽ. പിന്നെ ഗ്രന്ഥലി, തികളാരി എന്ന് പറയുന്നത് കർണാടക ഇന്ത്യയിലെ സകല ലിപികളും ബ്രാഹ്മിയാണ് എപ്പോഴും ഈ കാലത്തായപ്പോൾ 4-ാം നൂറ്റാണ്ടോടുകൂടി പഴയ മാറി വരുന്നത്. 4-ാം നൂറ്റാണ്ട് വേലൂർ പാളയം തോന്നുമ്പോൾ അക്ഷരം മാറി. ഏതായാലും നമ്മൾ തലസ്ഥാനമല്ലേ നമ്മുടെ 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ആദ്യത്തെ കോപ്പർ പ്ലേറ്റ് അവിടെ വന്നിട്ട് വട്ടെഴുത്ത് രൂപം കൃത്യമായിട്ട് വട്ടെഴുത്തിലേക്ക് മാറി നമ്മുടെ ലിപി സമ്പ്രദായം വളർന്നു. സനോജ് ചേരുന്നു. സനോജ്, എപ്പോഴാണ് ഈ അക്ഷര മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടനം? രാജ്യത്ത് തന്നെ ഇത്തരത്തിലൊരു മ്യൂസിയം ആദ്യമായിട്ടാണല്ലോ വരുന്നത്. തീർച്ചയായിട്ടും ഷമി, രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്. രാജ്യത്തിന്റെ ചരിത്രത്തിലൊരു വ്യത്യസ്ത ഏടുകൾ തീർക്കുന്ന ഒരു ഭാഷാ ചരിത്ര മ്യൂസിയം കൂടിയാണിത്. ഇതിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി വലിയ പ്രാധാന്യത്തോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ പൂർത്തീകരണമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അതിന്റെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് ശേഷമാണ്. ആ പരിപാടിയുടെ മുന്നോടിയായിട്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കോട്ടയത്തെത്തി ആദ്യം തന്നെ ഈ അക്ഷര മ്യൂസിയം നേരിൽ കണ്ട് മനസ്സിലാക്കുന്നത്. ഭാഷാ ചരിത്രത്തിന്റെ, അതായത് ലിപികൾ ഉണ്ടായത്, ആദ്യം മുതലുണ്ടായ ലിപികളുടെ ഓരോ വിവരണം കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭാഷയുടെ ഉൽപ്പത്തി എങ്ങനെയാണ് എന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മ്യൂസിയമാണ്. ഒപ്പം തന്നെ 6000-ലധികം ഭാഷകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഈ ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ വ്യക്തമാക്കുന്ന ലിപികളൊക്കെ തന്നെ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രാധാന്യത്തോട്, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ പഠന ഗവേഷണമാക്കാൻ പറ്റുന്ന ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഏറെ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ സർക്കാർ ഇതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ആ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി തന്നെ നേരത്തെ ഇവിടെ കോട്ടയത്തെ
അക്ഷര മ്യൂസിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശനം നടത്തുകയാണ്. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ ഉദ്ഘാടനം.